ഇന്ന് നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു അരപ്പ് വേണം. വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും സവാളയും കുറച്ച് തേങ്ങയും ജീരകം, ഇതിൽ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. ഇതേപോലെ നല്ലോണം അരഞ്ഞ് കിട്ടിയാൽ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിതിന് ചൂടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ജീരകവും കറിവേപ്പിലയും ഇടാം. ഇനി ഈ അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് ചെനച്ച മാങ്ങ അല്ലെങ്കിൽ നല്ലൊരു പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം എങ്ങനെയാണോ വേണ്ടത്, കട്ടിയായിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിവാക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അവസാനമായിട്ട് ഇതിനൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു താളിച്ചത് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് ചെറുതായി നീളത്തിലരിഞ്ഞ സവാളയും കറിവേപ്പിലയും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് ഇത് ഈ കറിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.